നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2026 മാർച്ച് 26 കാലത്ത് 5 മണി മുതൽ, അതായത് 1201 മീനമാസം 12 മുതലാണ്. 25 ദിനങ്ങൾ മാത്രമാണ് മേടൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്. ഈ 25 ദിനക്കാലം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്ന ചർച്ചയാണ് നാം ഇവിടെ ചെയ്യുന്നത്. തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ശുക്രൻ വളരെ നല്ല ഫലങ്ങൾ ചെയ്തിരിക്കാം. കാരണം ശുക്രൻ ഉച്ചക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് തൻ്റെ സുക്ഷേത്രത്തിലാണ്, ചൊവ്വാക്ഷേത്രത്തിലാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും ഫലങ്ങൾ നല്ലതാണെങ്കിലും പലപ്പോഴും ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള യാത്രയിൽ പല ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട്, സംഭവിക്കും. മേടത്തിലെ ശുക്രൻ്റെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് പരയുവതിരഥ തദർത്ഥവാദേഹി ഹൃദവിഭവ കുലവാംസന കുജക്ഷ എന്നാണ്. പരയുവതിയിൽ താല്പര്യമുണ്ടാവുക, അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട പേരും പ്രശസ്തിയും ധനവും നശിച്ചു പോവുക, കുലത്തിനെ പറയിപ്പിക്കുക എന്ന ഒരു വിഷയമാണ് മേടത്തിലെ ശുക്രന് വരുന്നത്. അതിനാൽ പലപ്പോഴും ഈ മേടത്തിലെ ശുക്രനെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയത്തിൽ അപഖ്യാതിയും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. അനാവശ്യമായ പൊങ്ങച്ചങ്ങളും ഒക്കെ കാട്ടി ധനനഷ്ടങ്ങളും സംഭവിക്കാം. മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. നല്ല ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. മിഥുനൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ അധിപനാണ് ശുക്രന്. ഒന്ന് അവരുടെ 12ാം ഭാവാധിപത്യം, വൈകല്യം ഭാവാധിപത്യം. മറ്റൊന്നവരുടെ 5ാം ഭാവാധിപത്യം. എന്താണ് 5ാം ഭാവം? പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാഹ പഞ്ചമത സൗമനസ്യമപി ചിന്ത്യം. നല്ല മനസ്സ്, സന്താനങ്ങൾ, ബുദ്ധി, മന്ത്രിപ്പണി, ഇതൊക്കെയാണ് 5ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ബുദ്ധിയുടെ പൂർണ്ണതയാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് 5ാം ഭാവാധിപനായി 5ാം ഭാവത്തിലേക്ക് നോക്കുന്നു. വളരെ നല്ല ഫലമാണ് ശുക്രൻ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക്. ഈ സമയത്ത് മിഥുനൻ രാശിക്കാർക്ക് വിവാഹ വിഷയം, അതിനുശേഷം വിവാഹം കഴിഞ്ഞവർക്ക് സന്താന വിഷയം, അതിനുവേണ്ടിയുള്ള ചികിത്സകൾ, ഗർഭധാരണം, ഇതിനൊക്കെ അനുകൂലമായ സമയമാണ്. പ്രായമായവർക്ക് തങ്ങളുടെ മക്കൾക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. അവരുടെ ഉപരിപഠനം, അവരുടെ സാമ്പത്തികമായി അവർക്ക് ലഭിക്കേണ്ടുന്ന ഗ്രാൻഡ്, ബാങ്ക് ലോൺ, ഇതൊക്കെ തന്നെ മിഥുനൻ രാശിക്കാർ ഉത്സാഹിച്ച് ലഭിക്കുന്ന 25 ദിവസമാണ് മുന്നിലുള്ളതെന്ന് അറിയണം. വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. 11 നിൽക്കുന്ന ശുക്രൻ സലാഭ എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. ലാഭത്തോടു കൂടിയിരിക്കുമെന്നാണ്. ചമത്കാരി എന്താമണിൽ പറഞ്ഞിരിക്കുന്നതാണ് ഭൃഗുർ ലാഭകോ യസ്യ ലഗ്നാൽ സ്വരൂപം മഹീപഞ്ച കുര്യാച്ച സമ്യക്. സ്വരൂപം നല്ല രൂപത്തെയും, മഹീം പാതി ഇതി മഹീപ, രാജാവിൻ്റെ അവസ്ഥയെ പ്രാപിക്കും. അതിനാൽ വലിയ വലിയ ദൗത്യങ്ങളൊക്കെ സ്വീകരിക്കാം. വലിയ വലിയ ആളുകൾ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് അതിൻ്റെ മധ്യവർത്തിയായി തനിക്കും ധാരാളം ധനം ലഭിക്കും. ഈ 11 നിൽക്കുന്ന ശുക്രൻ മിഥുനൻ രാശിക്കാർക്കെന്നറിയുക. ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുക. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം, തൻ്റെ ഗുണങ്ങളാൽ തനിക്ക് പൂജിക്കപ്പെടും. ലസൽ കീർത്തി പരത്തും, സത്യവും ഒക്കെ ഉണ്ടാകും. മഹായോഗം ഐശ്വര്യ തേജോധികഞ്ച, നല്ല ഐശ്വര്യവും തേജസ്സും പ്രദാനം ചെയ്യും 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ മിഥുനം രാശിക്കാർക്കെന്നറിയുക. നിർബന്ധമായും വെള്ളിയാഴ്ച ഗണപതിക്ക് നാളികേരം അടിക്കുക. വിഘ്നങ്ങളൊക്കെ മാറട്ടെ. മക്കൾക്ക് വളരെ ഗുണമാണ്. മക്കളുടെ വിവാഹാദി വിഷയങ്ങളായാലും പഠന വിഷയങ്ങളായാലും പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്, പൗത്രന്മാരുണ്ടാകുന്ന സമയം കൂടിയാണെന്ന് അറിയുക. IVF തുടങ്ങിയ ചികിത്സകൾക്കൊക്കെ പുറപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണിപ്പോൾ എന്ന് മനസ്സിലാക്കുക. ഈ 25 ദിവസക്കാലം. നന്ദി, നമസ്തേ.